ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പഠിക്കാൻ പുറത്ത് വരുന്ന പിള്ളേർ, യൂറോപ്പിൽ വരുന്ന പിള്ളേർ, ഇപ്പോൾ നേഴ്സിംഗ് അങ്ങനെ കോഴ്സ് പഠിക്കാൻ വരുന്ന പിള്ളേർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ പഠിത്തം കഴിഞ്ഞിട്ട് പുറമെ വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ഈ റിപ്പബ്ലിക് ഡേയിലൂടെ ഞാനൊരു സന്ദേശം തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഇന്ത്യയിൽ ഒരുപാട് ആഘോഷമുള്ള സമയത്ത് യൂറോപ്യൻ കൺട്രീസിൽ എങ്ങനെയാണ് അതിൻ്റെ ആഘോഷം, ഇന്ത്യയും യൂറോപ്യൻ തമ്മിലുള്ള സൗഹൃദം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ മാൾട്ടയിലെ ഫ്ലാഗ് ഹോസ്റ്റ് കാണാൻ പോയി. ഫ്ലാഗ് ഹോസ്റ്റ് കണ്ടു. ഒരുപാട് ഇന്ത്യൻസും ഒരുപാട് മാൾട്ടീസ് ആൾക്കാരും ഒരുപാട് പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളർച്ച, രാജ്യത്തോടുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ. ആദ്യം ഞാൻ വന്ന സമയത്ത് ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. Sports during the year 2024 were capped by D. Mukesh, who became the youngest world chess champion. जिस तरह इन्हें किस में हमारी बहन है तेरे मार ले बात खत्म बात होती है मार ले UK, ഓസ്ട്രേലിയ, അയർലൻഡ് അങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അവിടെ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. സ്റ്റിൽ ചില ആൾക്കാർ മാത്രം ഇന്ത്യൻസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ രാജ്യം, ഈ ഒരു രാജ്യം, മാൾട്ട എന്നൊരു രാജ്യം, ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള ഒരു ബഹുമാനം, ഒരു റെസ്പെക്റ്റും, ആ ഒരു ഇത് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിച്ചു. ഒരുപാട് മാൾട്ടീസ് ആൾക്കാർ, ഞാൻ ഒരിക്കലും മാൾട്ടീസുകാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് മാൾട്ടീസ് ആൾക്കാരും അവരുടെ ഉന്നത പൊസിഷനിലുള്ള ആൾക്കാരും ഞാൻ ഇവിടെ കണ്ടു, ഒരുപാട് പേര്. നമ്മുടെ ഒരു റിപ്പബ്ലിക് ഡേ വന്നപ്പോൾ ഇവിടെയുള്ളവർ അതിനു വേണ്ടി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനും അതിനുവേണ്ടി സ്ഥലങ്ങളും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കി ഒരു കോർഡിനേഷൻ ചെയ്ത് നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുപോലെ തന്നെയാണ് ദുബായിലും പല രാജ്യത്തും വളരെ വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം, ബുർജ് ഖലീഫയിൽ ഫ്ലാഗിൻ്റെ ചിഹ്നം, നമ്മുടെ ഫ്ലാഗിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും പറ്റുന്ന രീതിയിൽ നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അത് ആഘോഷിക്കാൻ, അവരെ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ആളുകളൊക്കെ പറയും, ചില ആൾക്കാരുണ്ട് ഇന്ത്യ വിരുദ്ധത പറയുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര്. അതായത് അവിടെ ഇന്ത്യൻസിന് വിലയില്ല, ഇന്ത്യൻസ് അതാണ്, ഇന്ത്യൻസ് ഇതാണ്. ഇന്ത്യൻസിന് വിലയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിന് വിലയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തോടല്ല അത് വിലയില്ലാത്തത്. ഇന്ത്യ എന്ന് വരുന്ന കുറച്ച് പേര്, കുറച്ച് തലയ്ക്ക് പിരിവിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ കാരണമാണ് ബാക്കിയുള്ള ഇന്ത്യൻസിനെ അവർ ആ രീതി കാണുന്നത്. അപ്പം എല്ലാവരും ഇന്ത്യ എന്നുള്ള ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. അതുപോലെ അന്യനാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇതും അലമ്പ് കാട്ടാണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ആരും ഒരിക്കലും ഒരു കുറ്റം പറയാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ രാജ്യം എല്ലായിടത്തും നല്ല ഹൈപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനാണ് ഏറ്റവും മുൻകൈ എടുത്ത നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യ പണ്ട് എങ്ങനെയായിരുന്നു, ഇന്ത്യ ഇപ്പം എങ്ങനെയാണ്, അതാണ് വ്യത്യാസം. പ്രധാനമന്ത്രിയാണ് ഏറ്റവും മുൻകൈ എടുത്ത് ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്രയും ഹൈപ്പിലോട്ട് കൊണ്ടുവരെത്തിച്ച്. അത് നമുക്ക് ഇവിടെ നന്നായിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ വിട്ട് പോകുന്ന എല്ലാ ആൾക്കാരും ആ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്റ്റും അവരോടുള്ള റെസ്പെക്റ്റും അലമ്പ് കാട്ടാണ്ട് നല്ല രീതിയിൽ ഇന്ത്യൻസിനെ പറയിപ്പിക്കാണ്ട്, ഒരാൾ കാരണമായിരിക്കും ഒരുപാട് ഇന്ത്യൻസിനെ കുറ്റം പറഞ്ഞത്, അപ്പം അത് പറയിപ്പിക്കാണ്ട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് തന്നെ കിട്ടും. കാരണം രാജ്യം വൈസ് ഒരു രാജ്യവും ഈ രാജ്യവും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വ്യക്തമായി റിപ്പബ്ലിക് ഡേ, ഓരോ രാജ്യത്തും നടക്കുന്ന റിപ്പബ്ലിക് ഡേയും ഇന്ത്യൻസിന്റെ പ്രോഗ്രാമും കാര്യങ്ങളും അവിടെ പോയി കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉണ്ട് ആ ഒരു ഇന്ത്യൻ തമ്മിലുള്ള ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യ വിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഇന്ത്യക്കെതിരെ ഇന്ത്യനെ കുറ്റം പറയുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കീപ് അവർ കൺട്രി ഹൈ. നമ്മൾ നമ്മുടെ കൺട്രി തന്നെ ഹൈ ആയിട്ട് കൊണ്ടാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ വേണം പുറത്ത് പോയി പെരുമാറാനും, പുറത്ത് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാനും, ഓരോന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി
ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേരും പുറമേ ജോലിക്ക് പോകുന്ന പിള്ളേർ യൂറോപ്യൻ അങ്ങനെ കൺട്രികളിലേക്കും ഏത് കൺട്രി ആയിക്കോട്ടെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.